ഹേയ് മൃണാളിനി, നീ ലോകത്തിന്റെ ഏത് മൂലയിൽ പോയി ഒളിച്ചാലും ഞാൻ ഇപ്പോൾ പറയുന്നത് കേൾക്കും. ഒരിക്കലുമില്ല. ഈ മുറിയുടെ മൂലയ്ക്കുള്ളിൽ നമ്മുടെ റേഡിയോ കേൾക്കില്ല. പിന്നെ ഇനി അവിടെ നിനക്ക് ജോലി വേണോ? കേൾക്കും ഉറക്കെ പറഞ്ഞാൽ നമ്മുടെ റേഡിയോ എവിടെയും കേൾക്കും. ഹേയ് മൃണാളിനി, നീ സ്ത്രീ സ്വാതന്ത്ര്യം എന്താണെന്ന് അറിയോ നിനക്ക്? അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ നിനക്ക് അവകാശമുണ്ടോ? കുടുംബത്തിനും സമൂഹത്തിനും മാതൃകയാവേണ്ടവൾ അവളാണ് പെണ്ണ്. അവരാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തെ പറ്റി സംസാരിക്കുന്നത്. കുടുംബത്തിനും മക്കൾക്കും വേണ്ടി കഠിനമായി അധ്വാനിക്കുന്ന എന്റെ വീട്ടിലെ മാണിക്യം, മങ്കമാർക്ക് തിലകം, പത്തരമറ്റ തങ്കം, എന്റെ അമ്മ പൊന്നിയമ്മ, അവർക്ക് സംസാരിക്കാം സ്ത്രീ സ്വാതന്ത്ര്യത്തെ പറ്റി. ഇംഗ്ലീഷ്. ഇത് നമ്മുടെ പൊന്നിയുടെ മോനല്ല. അവൻ അവരുടെ കുപ്പത്തില് ഒരു കമ്മ്യൂണിറ്റി റേഡിയോ തുടങ്ങിയിട്ടുണ്ട്. ഇവനെ കൊണ്ട് വലിയ ശല്യമായി മാറിയിരിക്കുക. വേറെ ഏതെങ്കിലും ജോലിക്ക് പോകാൻ പറഞ്ഞാൽ അവൻ കേൾക്കൂല. ഞാൻ എന്റെ അമ്മയെ കുറിച്ച് നിനക്ക് അറിഞ്ഞുകൂടാ? അമ്മ എത്ര സ്നേഹമുള്ളവളാ, കരുണയുള്ളവളാ, വാത്സല്യമുള്ളവളാ. എന്തെങ്കിലും തെറ്റ് ചെയ്താൽ തന്നെ പോടാ എന്ന് വിളിക്കാറേയില്ല. പൊടാ അങ്ങനെ സോഫ്റ്റായി വിളിക്കാറുള്ളൂ. അങ്ങനെയുള്ള എന്റെ അമ്മ ഈ മൃണാളിനി പറഞ്ഞ വാക്കുകൾ കേട്ട് പറഞ്ഞ ചീത്ത വാക്കുകൾ, അയ്യോ എന്റെ അമ്മയെ, അതിൽ 2-3 ഞാൻ തന്നെ പുതിയതായിട്ട് കേട്ടതാ. ഇങ്ങനെ വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാതെ സ്ത്രീ സ്വാതന്ത്ര്യം, പെൺ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന നിന്റെയൊക്കെ മോന്ത കണ്ടാലുണ്ടല്ലോ. നിങ്ങളെ കണ്ടിട്ടുണ്ടോ? ടിവിയില് എങ്ങനെയുണ്ട്? എന്നാലും ഭയങ്കര രസോട്ടെ. നിങ്ങളുടെ മോന്റെ ഫോൺ നമ്പർ അവന്റെ ഫോൺ നമ്പർ എനിക്ക് അറിയത്തില്ല മോളെ. നമ്പർ 7997293339. സോ ധൈര്യമായി എന്നെ വിളിക്കുക. ഇപ്പോൾ സംസാരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം RJ അനിൽ. ഇത് നിങ്ങളുടെ 90.8 അറിവുള്ളവൻ സംസാരിക്കുന്നു. പ്രൗഡ് ഓഫ് യു മൈ ചൈൽഡ്. നമസ്കാരം. അനിലിനോട് സംസാരിക്കണമോ? അനിലിനോട് തന്നെയാണ് സംസാരിക്കേണ്ടത്, അറിവില്ലാത്ത അനിലിനോട്. വന്ന് നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഹ്യൂമർ കഷ്ടമാണല്ലോ. മൃണാളിനി. അതിശയമായിരിക്കുന്നു. അഭിപ്രായങ്ങൾ തുറന്നു പറയൂ. മൈക്ക് കിട്ടിയാ എന്ത് വേണമെങ്കിലും വിളിച്ചു പറയൂ. വെറുതെ സമൂഹത്തിന് ഗുണം ലഭിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ. പിന്നെ 2 വീലറിന് ലൈസൻസ് ഇല്ല. നിനക്ക് റേഡിയോയിൽ സംസാരിക്കാനുള്ള റൈറ്റ്സ് പോലും ഇല്ല. എന്നിട്ട് എന്നെ പറ്റി മോശമായി സംസാരിക്കണം. ഇതൊരു റേഡിയോ ആണോടാ? അത് കേൾക്കാൻ കുറെ ആൾക്കാരും. ചിൽഡ്രൻസ് ടുഡേസ് ലീവ്. കാശി. കാശി ഒന്നുമില്ല. ഫുഡ് ഇൻസ്പെക്ടർ നിന്നോട് പിടിച്ചു വെച്ചിരിക്കണോ? പയ്യന്മാര് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ഞാൻ ഇടപെട്ട കാര്യം നീ അറിയാതെയാണോ? നീ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ കൈവച്ചത്. നീ വലിയ ആളല്ലേ, ഞാനും വലിയ ആളാകണ്ടേ? അതൊന്ന് കാണിച്ചു തരാനാ ഈ കാര്യത്തിൽ ഞാൻ ഇടപെട്ടത്. അങ്ങനെയാണോ? ശരി ശരി, നമുക്ക് കാണാം. നമുക്ക് കാണാം. ഭാഗ്യനാഥ ചേട്ടാ, ആ ഫുഡ് ഇൻസ്പെക്ടർ എവിടെ വെച്ച് വേണേലും തട്ടാം. അത് കൃഷ്ണനും മുത്തവും ചെയ്തോളും. പക്ഷെ അത് ദാസിന്റെ ഏരിയ നുഴഞ്ഞു കയറി ചെയ്യണം. ആ ദാസിനെ ഒരു പാഠം പഠിപ്പിക്കണം. അതിന് നീയാ നല്ലത്. ചാകാൻ പേടിയില്ലാതെ പോയി ചെയ്യാമോ? എന്റെ ജീവൻ വേണമെങ്കിൽ തരാം ഗോനെ, ചേട്ടാ. നാളെ തന്നെ ചെയ്തേക്ക്. ശരി ചേട്ടാ.